അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സമസ്ത സ്നേഹികളായ നേതാക്കളെ, സുഹൃത്തുക്കളെ, ഈ വോയിസുമായിട്ട് വന്നത് റഷീദ് വെളിഞ്ചാണ്. വോയിസിൽ വരാൻ കാരണം, ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്നുള്ള പേരിൽ ചർച്ച നടക്കുന്നത് അറിയാൻ വേണ്ടി സാധിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ഘടകങ്ങളിൽ ഭാരവാഹിത്വം വഹിക്കുന്ന സേതു ഹുസൈൻ തങ്ങളും ഹംസാജി പള്ളിപ്പുഴയും MH മഹമൂദാജിയുമൊക്കെ ആയി സംസാരിച്ചു. അവരുടെയും നിലപാട് ഇത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലപാട് എന്ന് പറയുന്നത് നമ്മുടെ നിലപാടും ആദർശവും ആവേശവും ഒക്കെ സമസ്തയാണ്. മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഷെയ്ഖുൽ ജാമിഅ അലിക്കുട്ടി ഉസ്താദും കൊയ്യോട് ഉസ്താദും MT ഉസ്താദും പാണക്കാട് സയ്യിദന്മാരും ഒരുമിച്ച് നിൽക്കുന്ന സമസ്തയാണ് നമ്മൾ ഇതുവരെ കണ്ടതും. ആ സമസ്ത തന്നെയാണ് നമുക്കിനി സമൂഹത്തിന് നേതൃത്വം നൽകാൻ ആവശ്യമുള്ളതും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളീയ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് എന്നുള്ളത് സമസ്തയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമസ്തയാണ് അവസാന വാക്ക് എന്ന് പറയുമ്പോൾ സമസ്തയുടെ നിലപാട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ് പറയേണ്ടത്. ആദർശത്തിൻ്റെ അവസാന വാക്ക് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ്. അങ്ങനെയിരിക്കെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലടക്കം സമസ്തയുടെ ആദർശം പറയാൻ സമസ്തയും അതിൻ്റെ കീഴ്ഘടകങ്ങളും ധാരാളമുണ്ട്. അങ്ങനെ സമസ്തയുടെ കീഴ്ഘടകങ്ങളും ആദർശം പറയാനുണ്ടായിരിക്കെ പുതിയ ഒരു ആദർശ സമിതിയുടെ ആവശ്യമില്ല എന്നും ആ ആദർശ സമിതിയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നും മാത്രവുമല്ല, ഈ ആദർശ സമിതിയുടെ പ്രവർത്തനങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നടക്കാതിരിക്കാനും മാത്രമല്ല അതിൻ്റെ ഒരു ചലനവും ഇല്ലാതിരിക്കാനും, ഏതറ്റം വരെ പോകുന്നുണ്ടെങ്കിലും ആ അറ്റം വരെ പോകാനും അത് ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരേക്കാളും മുമ്പന്തിയിൽ ഈ വിനീതനുണ്ടാകുമെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഉറപ്പ് നൽകുകയാണ്. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച് കളരിയായി വന്നത് SKSF കൂടിയാണ്. 15ാമത്തെ വയസ്സിൽ SKSF ജില്ലയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി കടന്നു വന്ന ഞാൻ 20 വർഷത്തോളം SKSF ഭാരവാഹിത്വം വഹിച്ച ആളാണ്. ആ ഭാരവാഹിത്വം വഹിച്ച് എനിക്ക് SKSF നിലപാടും സമസ്തയുടെ നിലപാടും എന്താണെന്നും അത് എങ്ങനെയാണ് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതെന്നും എങ്ങനെയാണ് ബോധ്യപ്പെടുത്തിയത് എന്നും എൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട്, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മെസ്സേജുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സംശയമുണ്ടായിട്ടുണ്ടെങ്കിലും അത് തീർക്കാനുള്ള ഒരു ഹേതുവായിട്ട്, ഒരു മെസ്സേജായിട്ട് ഈ വോയിസിനെ കണക്കാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് കാസർഗോഡ് ജില്ലയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നയിക്കാൻ കരുത്തുറ്റ നേതൃത്വമുണ്ടെന്നും കേന്ദ്ര മുഷാവറ എടുക്കുന്ന ഏത് തീരുമാനത്തിൻ്റെയും പിന്നിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമസ്തയെ ശക്തിപ്പെടുത്താൻ നമുക്കും സമസ്തയുടെ കീഴ്ഘടകങ്ങൾക്കും ഒന്നിച്ചു നിൽക്കാമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.